അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദ ബോയ് ഹു ഡ്രോ ക്യാറ്റ്സ് എന്ന ചാപ്റ്ററാണ്. ഇത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പോൾ ഇതൊരു ഫോക്ക് ടെയിലാണ്. അതായത് ആരാണ് കൃത്യമായി രചിച്ചതെന്നും അറിയില്ല. ജാപ്പനീസ് ഫോക്ക് ടെയിലാണ്. അതായത് ജപ്പാനിലെ ഒരു നാടോടി കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ബോയ് ഹു ഡ്രോ ക്യാറ്റ്സ്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബുക്കാക്കിയിരിക്കുന്നത് ഹസേഗാവ തക്കേജിരിയോ എന്ന് പറയുന്ന അദ്ദേഹമാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വലിയ ഫേമസ് ആയ ഒരു പബ്ലിഷറാണ്. ജാപ്പനീസ് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ മറ്റ് യൂറോപ്യൻ ഭാഷകളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിലാണ് ഇദ്ദേഹം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരുപാട് ഫോറിൻ ലാംഗ്വേജിലും മറ്റുമൊക്കെ നോട്ടഡായ ട്രാൻസ്ലേഷൻസ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയൊരു പബ്ലിഷറാണ് ഇദ്ദേഹം. നമുക്ക് കഥയിലോട്ട് പോകാം. A long time ago, in a small country village in Japan, there lived a poor farmer and his wife, who were very good people. A long time ago എന്നുവെച്ചാൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, പണ്ടെന്നൊക്കെ പറയത്തില്ലേ, ആ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ജപ്പാനിലെ ഒരു ഗ്രാമത്തിൽ ഒരു ഫാർമറും അദ്ദേഹത്തിൻ്റെ വൈഫും ഒരു കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവിച്ചിരുന്നു. അപ്പോൾ അവർ വളരെ നല്ല ആൾക്കാരായിരുന്നു. അവർക്ക് ഒരുപാട് ചിൽഡ്രൻസും ഉണ്ടായിരുന്നു, മക്കളും ഉണ്ടായിരുന്നു. ദ എൽഡർ സൺ, പക്ഷേ ഈ മക്കളെയൊക്കെ ഫീഡ് ചെയ്യാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. ദേ ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ. അവർ ഇത്രയും മക്കളുള്ളതുകൊണ്ട് തന്നെ അവരെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ് വെൻ only 14 years old to help his father, and the little girl learned to help their mother almost as soon as they could walk. അപ്പോൾ എൽഡർ സൺ, മൂത്ത മകൻ എന്ത് ചെയ്ത സ്ട്രോങ് ആയിരുന്നു. 14 വയസ്സുള്ളപ്പോൾ തന്നെ ആ ഫാദറിനെ സഹായിക്കാൻ അവനെ കൊണ്ട് പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ആ ഗേൾസിനെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അവർക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ, അതായത് അവർ നടക്കാൻ പഠിച്ചപ്പോൾ തന്നെ മദറിനെ ഹെൽപ്പ് ചെയ്യാനും അവരും ശ്രമിച്ചിരുന്നു. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, എ ലിറ്റിൽ ബോയ്, ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. പക്ഷേ ഏറ്റവും ചെറിയ പയ്യൻ, ആ യങ്ങസ്റ്റ് ചൈൽഡ് അല്ലെങ്കിൽ ആ ഇളയ മകന് മാത്രം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവൻ അത്രയ്ക്ക് ഫിറ്റ് അല്ലായിരുന്നു, അത്രയ്ക്ക് ആരോഗ്യം അവനില്ലായിരുന്നു. ഹി വാസ് വെരി cleverer than all his brothers and sisters. അവൻ വളരെ ക്ലവറായിരുന്നു, വളരെ ബുദ്ധിമാനായിരുന്നു. ആരേക്കാൾ അവരുടെ ബ്രദേഴ്സിനെ സിസ്റ്റേഴ്സിനേക്കാളൊക്കെ, അവൻ്റെ സഹോദരങ്ങളെക്കാളൊക്കെ ഒരുപാട് ബുദ്ധി അവനുണ്ടായിരുന്നു. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. അപ്പോൾ അവൻ ഭയങ്കര വീക്കും സ്മോളും ആയിരുന്നു. അവൻ ചെറുതും അതുപോലെ തന്നെ ആരോഗ്യവും അത്ര ഇല്ലായിരുന്നു, സ്ട്രോങ് ആയിരുന്നില്ല. മൂത്ത ജ്യേഷ്ഠ അല്ലെങ്കിൽ എൽഡർ സണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ അവൻ ഒട്ടും സ്ട്രോങ് അല്ല, അവൻ വീക്കാണ്. അതുകൊണ്ട് തന്നെ പീപ്പിൾ എന്താ പറയുക, അവൻ ഒരിക്കലും വളരില്ല, മീൻസ് അവൻ ഒരിക്കലും ഈ സ്ട്രോങ് ആവില്ല അല്ലെങ്കിൽ ബിഗായി വളരില്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. സോ ഹിസ് പാരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ആൻഡ് ടു ബിക്കം എ ഫാമർ. അപ്പോൾ അവൻ്റെ പാരൻസ് എന്താ തീരുമാനിച്ചേ, അവനെ ഒരു പ്രീസ്റ്റ് ആക്കാം, പുരോഹിതനാക്കാം. ഫാർമർ ആവാൻ നോക്കി കുറച്ച് സ്ട്രെങ്ത് വേണ്ട, ഫിസിക്കൽ സ്ട്രെങ്ത് വേണം. അതുകൊണ്ട് തന്നെ അവനൊരു പ്രീസ്റ്റ് ആക്കാമെന്നാണ് ആ പാരൻസ് തീരുമാനിച്ചത്. ദേ ടുക്ക് ഹിം with them to the village temple one day and asked the good old priest who lived there. അവിടെ ഒരു വില്ലേജ് ടെമ്പിളുണ്ട്, അതായത് വില്ലേജിലൊരു ടെമ്പിളുണ്ട്. അവിടത്തേക്ക് നമ്മുടെ ഈ ബോയിയെ കൊണ്ടുപോവുകയാണ്. ബോയിയെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഓൾഡ് പ്രീസ്റ്റ് ഉണ്ട്, അപ്പോൾ ഒരു പ്രായമായ ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹത്തിനടുത്ത് പറയുകയാണ്, ഇഫ് ഹീ കുഡ് ഹാവ് ദെയർ ലിറ്റിൽ ബോയ് ഫോർ ഹിസ് അക്കോലൈറ്റ് ആൻഡ് ടീച്ച് ഹിം ഓൾ ദാറ്റ് പ്രീസ്റ്റ് ഔട്ട് ടു നോ. അവിടെ ആവശ്യപ്പെട്ട എന്താ, ഇദ്ദേഹത്തിന് അതായത് ഈ ഓൾഡ് പ്രീസ്റ്റിൻ്റെ അക്വലൈറ്റ്, അതായത് അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ ബോയെ എടുക്കണം. അതുപോലെ തന്നെ ഒരു പുരോഹിതന് വേണ്ട എല്ലാ ഗുണങ്ങളും ഈ ബോയെ പഠിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാർഡ് ആൻഡ് ആസ്ക് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ കുട്ടിയോട് വളരെ സ്നേഹത്തോടെ വളരെ കൈൻഡായിട്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട്, സംസാരത്തിന് അത്രയും കൈൻഡ് ഉള്ളായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഡിഫിക്കൽട്ടായിരുന്നു, അതായത് ഹാർഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. സോ ക്ലെവർ വേർ ദ ആൻസേഴ്സ് ദാറ്റ് ദ പ്രീസ്റ്റ് അഗ്രീഡ് ടു ടേക്ക് ദ ലിറ്റിൽ ഫെലോ ഇൻ ടു ദ ടെമ്പിൾ ആസ് ആൻ അക്കോലൈറ്റ് ആൻഡ് ടു എഡ്യൂക്കേറ്റ് ഹിം ഫോർ പ്രീസ്റ്റ്ഹുഡ്. പക്ഷേ ഈ ബോയ് വളരെ ക്ലവറായതുകൊണ്ട് തന്നെ അവൻ വളരെ ക്ലവറായ ഉത്തരങ്ങൾ തന്നെ നൽകുകയും ഈ പ്രീസ്റ്റിനെ ഇമ്പ്രസ് ചെയ്യുകയും അവൻ പ്രീസ്റ്റിൻ്റെ അസിസ്റ്റൻ്റായിട്ട് അവനെ എടുക്കാമെന്ന് പ്രീസ്റ്റ് സമ്മതിക്കുക. അതുപോലെ തന്നെ ഈ പ്രീസ്റ്റ്ഹുഡ് അതായത് പൗരോഹിത്യത്തെക്കുറിച്ചൊക്കെ ഇവനെ പഠിപ്പിക്കാമെന്നും പ്രീസ്റ്റ് സമ്മതിച്ചു. ദ ബോയ് ലേൺ ക്വിക്ക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് തോട്ട് ഹിം ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ് ഇൻ മോസ്റ്റ് തിങ്സ്. അപ്പം ഈ ഓൾഡ് പ്രീസ്റ്റ് പഠിപ്പിച്ചതെല്ലാം ഈ നമ്മുടെ ബോയ് കേൾക്കുകയും ശ്രദ്ധിച്ചിരിക്കുകയും ഒബീഡിയൻ്റ് ആയിരുന്നു. ഒബീഡിയൻ്റ് എന്ന് വെച്ചാൽ വളരെ അനുസരണയോടുകൂടിയാണ് ഇതെല്ലാം ചെയ്തത്. ബട്ട് ഹി ഹാഡ് വൺ ഫോൾട്ട്. പക്ഷേ അവനൊരു പ്രശ്നമുണ്ടായിരുന്നു, ഒരു ഫോൾട്ട് അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റുകൾ പറ്റുന്നുണ്ടായിരുന്നു. ഹി ലൈക്ക് ടു ഡ്രോ ക്യാറ്റ്സ്
during study hours and to draw cats even where cats ought not to have been drawn at all. അപ്പം അവൻ എന്താ പഠിക്കുമ്പോഴായാലും പഠിക്കാത്തപ്പോഴായാലും എപ്പോഴായാലും എന്താ ചെയ്യുന്നത്, ക്യാറ്റിനെ ഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ ക്യാറ്റിനെ അല്ലെങ്കിൽ പൂച്ചയെ വരയ്ക്കും. അതാണ് അവൻ്റെ ഏക ഫോൾട്ട്. ഇനി whenever he found himself alone, he drew cats. He drew them on the margins of the priest's books and on the old screens of the temple and on walls and on the pillars. അപ്പം ഇവൻ എപ്പോൾ ഫ്രീ ആണോ അല്ലെങ്കിൽ ഇവ എപ്പോൾ ഒറ്റയ്ക്കാണോ അപ്പോഴെല്ലാം അവൻ ക്യാറ്റ്സിനെ വരയ്ക്കും. എവിടെ ബുക്കിൻ്റെ പ്രീസ്റ്റിൻ്റെ അല്ലെങ്കിൽ പുരോഹിതന്മാരെ കുറിച്ചുള്ള ബുക്കുകളുടെ സൈഡിലും മാർജിൻസിൽ വരയ്ക്കും. ഏതെങ്കിലും ഒരു ചുവര് ടെമ്പിളിൽ ഫ്രീ ആയിട്ട് ബ്ലാങ്ക് ആയിട്ട് കിടന്നാൽ അവിടെ വരയ്ക്കും. ഭിത്തികളിൽ വരയ്ക്കും, പില്ലറുകളിൽ വരയ്ക്കും, എല്ലായിടത്തും എന്താ ചെയ്യുന്നത്, ക്യാറ്റിനെ വരയ്ക്കും. സെവറൽ ടൈംസ് ദ പ്രീസ്റ്റ് ടോൾഡ് ഹിം ദിസ് വാസ് നോട്ട് റൈറ്റ് ബട്ട് ഹീ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ് ക്യാറ്റ്സ്. പലവട്ടം പ്രീസ്റ്റ് പറഞ്ഞത് ശരിയല്ല, ഇങ്ങനെ വരയ്ക്കരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവൻ അത് നിർത്താൻ കൂട്ടാക്കില്ല. He drew them because he could not really help it. He had what is called the genius of an artist. അപ്പം ഇവൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞെങ്കിലും ഇവൻ അത് നിർത്താൻ തയ്യാറായിട്ടില്ല. He had what is called the genius of art. എന്താ, ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് അവൻ്റെ ആർട്ട് ചെയ്യും. ഇപ്പം എന്തെങ്കിലും ഒരു കലാകാരൻ്റെ അടുത്ത് അവൻ്റെ കല ചെയ്യരുതെന്ന് പറഞ്ഞാൽ പറ്റില്ല, അവൻ ആ കല ചെയ്യാതിരിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. അതുപോലെ ഈ ബോയിയെ കൊണ്ടും അത് ഡ്രോ ചെയ്യാം, ക്യാറ്റിനെ വരയ്ക്കാതിരിക്കാൻ പറ്റില്ല. And just for that reason he was not quite fit to be an acolyte. A good acolyte should study. അതുകൊണ്ട് മാത്രം, അതായത് ഇവൻ ഈ ബുക്കുകളുടെ സൈഡിലും അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്തുമൊക്കെ എന്താ ചെയ്യുന്നത്, ഈ ക്യാറ്റിനെ വായിക്കുന്നതുകൊണ്ട് മാത്രം അവനൊരു നല്ല അക്കോലൈറ്റ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് ആവാൻ യോഗ്യനല്ല. ഗുഡ് അക്കോലൈറ്റ് അല്ലെങ്കിൽ നല്ല അസിസ്റ്റൻ്റ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നല്ല പൗരോഹിത്യ വിദ്യാർത്ഥി എന്ത് ചെയ്യണം, ബുക്കുകൾ പഠിക്കണം. One day after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely. അപ്പോൾ ഒരു ദിവസം എന്താ, ഇവൻ പേപ്പർ സ്ക്രീനിൽ പൂച്ച വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ് വന്ന് കാര്യം സംസാരിക്കാൻ തുടങ്ങി. മൈ ബോയ്, യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ് ബട്ട് പെർഹാപ്സ് വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ബോയുടെ അടുത്ത് പറയാം, നീ ഇവിടെ നിന്ന് പോകണം, നീ ഒരിക്കലും ഒരു നല്ല പ്രീസ്റ്റ് ആവില്ല, പക്ഷേ ഒരു മഹാനായ കലാകാരനാവും. യു വിൽ ബിക്കം എ ഗുഡ് artist. Now let me give you a last advice and be sure you never forget it. ഞാൻ ലാസ്റ്റായിട്ട് നിനക്കൊരു അഡ്വൈസ് തരാം, പക്ഷേ നീ ഒരിക്കലും മറക്കരുത്. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മാൾ. എന്താ അഡ്വൈസ്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മാൾ. അതായത് വലിയ സ്ഥലങ്ങൾ രാത്രി ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങളിൽ തങ്ങുക. The boy did not know what the priest meant by saying avoid large places, keep to small. അപ്പം ബോയ്ക്ക് എന്താ മനസ്സിലായില്ല, ഈ അവോയ്ഡ് ലാർജ് പ്ലേസസ് അല്ലെങ്കിൽ വലിയ സ്ഥലങ്ങൾ രാത്രി ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങളിൽ തങ്ങുക എന്ന് പറയുന്നത് എന്താണെന്ന് ബോയ്ക്ക് മനസ്സിലായില്ല. ഹീ തോട്ട് ആൻഡ് തോട്ട് while he was tying up his little bundle of clothes to go away, but he could not understand these words and he afraid to speak to the priest anymore except to say goodbye. അപ്പം ഇവൻ ഇത് ഒരുപാട് തെറ്റി ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അവൻ എന്താ ഇവിടെ നിന്ന് പോകാനുള്ള തുണിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവൻ ലാസ്റ്റ് ചോദിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അവൻ പേടിക്കുകയാണ്. അവൻ എന്താ പറയുന്നത്, ഗുഡ് ബൈ മാത്രം പറഞ്ഞ് പോകാനാണ് തീരുമാനിക്കുന്നത്. He left the temple very sorrowfully and began to wonder what he should do. If he went straight home, he felt sure his father would punish him for having disobedient to the priest, so he was afraid to go to home. അപ്പോൾ അവൻ വളരെ വിഷമിച്ചിരിക്കാം, സോറഫുള്ളായിരുന്നു, അതായത് വളരെ വിഷമത്തിലായിരുന്നു. എന്താ, അവന് നേരെ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. വീട്ടിലോട്ട് പോയാൽ അവൻ്റെ ഫാദർ അവനെ പണിഷ് ചെയ്യും, ശിക്ഷിക്കും. എന്തിന്? പ്രീസ്റ്റിൻ്റെ ഡിസൊബീഡിയൻസ്, അതായത് അനുസരണക്കേട് കാണിച്ചതിന് ശിക്ഷിക്കും. അതുകൊണ്ട് അവന് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. All at once he remembered that at the next village 12 miles away there was a very big temple. അവൻ അപ്പോൾ ഓർമ്മിച്ചെന്താ, അവൻ അപ്പോൾ ഒരു കാര്യം മാത്രമേ ഓർമ്മിച്ചുള്ളൂ. അതിന് തൊട്ടടുത്ത ഗ്രാമത്തിൽ, ഏകദേശം ഒരു 12 മൈൽ അപ്പുറത്തുള്ള തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു വലിയ ടെമ്പിളുണ്ട്. He had heard there were several priests at that temple and he made up his mind to go to them and ask them to take him for their acolyte. അപ്പോൾ അവൻ തീരുമാനിച്ചെന്താ, അവിടെ പോവാം, അവിടെ പോയി അക്കോലൈറ്റ് അസിസ്റ്റൻ്റ് ആവാം എന്നാണ് അവൻ തീരുമാനിച്ചത്. Now that big temple was closed up, but the boy did not know this fact. The reason it had been closed up was that a goblin was frightened the priest away and had take possession of the place. അപ്പോൾ ഇപ്പോൾ ആ ക്ഷേത്രമൊക്കെ ടെമ്പിളൊക്കെ അടച്ചു വെച്ചേക്കുക.
അതിൻ്റെ കാരണം പക്ഷേ ഈ ബോയ്ക്ക് അതറിയത്തില്ല, അവിടെ ഒരു ടെമ്പിൾ ഇപ്പോഴും ഉണ്ടെന്നാണ് ബോയ് വിചാരിക്കുന്നത്. അവിടെ ആ ക്ഷേത്രം അടയ്ക്കാനുള്ള അല്ലെങ്കിൽ ആ ടെമ്പിൾ അടയ്ക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവിടെ ഒരു ഗോബ്ലിൻ വന്ന് എല്ലാവരെയും ഫൈറ്റും ചെയ്ത് അല്ലെങ്കിൽ പേടിപ്പിച്ച് വിട്ടിരിക്കുക. ഗോബ്ലിൻ എന്ന് വെച്ചാൽ ഒരു ഭീമകാരനായ ഒരു ജീവി വന്ന് അവനെ എല്ലാവരെയും പേടിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞ് ഓടിച്ച് വിട്ടിട്ട് അവിടുത്തെ അധികാരം ഇപ്പോൾ ആരാ കൈ കിടക്കുന്നത്? ആ ഗോബ്ലിനാണ് കൈ കിടക്കുന്നത്. Some brave warriors had afterward gone to the temple tonight to kill the goblin, but they had never been seen alive again. വളരെ ഗ്രേറ്റ് വാരിയേഴ്സ് അല്ലെങ്കിൽ വളരെ വലിയ യോദ്ധാക്കളൊക്കെ ഈ ഗോബ്ലിനെ കൊല്ലാൻ വേണ്ടി പോയിരുന്നുവെങ്കിലും അവരൊക്കെ പിന്നെ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. Nobody had ever told these things to the boy, so he walked all the way to the village hoping to be kindly treated by the priest. പക്ഷേ ഇതാരും ഈ ബോയിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവൻ വളരെ സന്തോഷത്തോടു കൂടി, മീൻസ് അവിടെ അവൻ അസിസ്റ്റൻ്റായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഒരു പ്രത്യാശയിൽ അവൻ അങ്ങോട്ട് പോവുകയാണ്. When he got to the village, it was already dark, and all the peoples were in bed. But he saw a big temple on a hill at other end of the principal street, and he saw there was a light in the temple. അപ്പോൾ അവൻ എത്തിയപ്പോൾ തന്നെ നൈറ്റായി. എല്ലാവരും വീടൊക്കെ പൂട്ടി അകത്ത് കയറിയിരുന്നു. പക്ഷേ അവിടെ ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ ഒരു ടെമ്പിളിനെ കണ്ടവൻ. ആ ടെമ്പിളിൽ അപ്പോഴും ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് എന്താ, അവിടെ ഗോബ്ലിനാണ് ലൈറ്റ് കത്തിക്കുന്നത്. എല്ലാവരും മീൻസ് ഒറ്റയ്ക്ക് വരുന്ന എല്ലാവരും, ഈ സംഭവം അറിയാത്ത എല്ലാവരും അവിടത്തേക്ക് ആകർഷിക്കപ്പെടാൻ, മീൻസ് അവിടെ കയറിച്ചല്ല ഷെൽട്ടർ അല്ലെങ്കിൽ താമസ സൗകര്യത്തിന് വേണ്ടി അങ്ങോട്ട് കയറിച്ചല്ല, ഗോബ്ലിനാണ് ലൈറ്റ് കത്തിക്കുന്നതെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ദോ ബോയ് വെൻറ്റ് അറ്റ് വൺസ് ടു ദ ടെമ്പിൾ ആൻഡ് knocked. There was no sound inside. He knocked and knocked again, but still nobody came. At last he pushed gently to the door and was quite glad to find that it was not been fastened. So he went in and saw the lamp burning, but no priest. അപ്പോൾ അവിടെ അവൻ ചെന്ന് കതവിൽ മുട്ടുന്നുണ്ട്, നോക്ക് ചെയ്തു, പക്ഷേ ആരും തുറന്നില്ല. ഒരുപാട് എത്തി നോക്ക് ചെയ്ത് അവസാനം അവൻ ജെൻറ്റിലായിട്ടൊന്ന് പതുക്കെ ആ കതവിൽ തള്ളിയപ്പോൾ തന്നെ ആ കതവ് തുറന്നു. അവൻ അകത്ത് കയറി. അവിടെ ഒരു ലാമ്പ് കത്തുന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ പുരോഹിതന്മാരൊന്നും ഇല്ലായിരുന്നു. He thought some priest would be sure to come very soon, and he sat down and waited. Then he noticed that everything in the temple was grey with dust and thickly spun over the cobwebs. So he thought to himself that the priest would be certainly like to have an acolyte to keep the place clean. അപ്പോൾ അവിടെ നോക്കിയപ്പോഴാണ് എല്ലാം വല കെട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ ഡസ്റ്റും പൊടിയോടെല്ലാം മൊത്തം മൂടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രീസ്റ്റ് എന്ത് ചെയ്യും? ഒരു അക്കോലേറ്റ്, ഒരു അസിസ്റ്റൻറ്റിനെ നിയമിക്കുമെന്ന്, അതായത് ആ പ്രദേശം ആ ടെമ്പിൾ നീറ്റായിട്ട് സൂക്ഷിക്കാൻ ഒരു അക്കോലേറ്റിന് ഒരു അസിസ്റ്റൻറ്റിനെ നിയമിക്കുമെന്ന് അവൻ വിചാരിക്കുകയാണ്. ഹി വണ്ടേഡ് വൈ ദേ ഹാഡ് അലൗഡ് എവറിത്തിങ് ടു ഗെറ്റ് സോ ഡസ്റ്റി. അപ്പോൾ അവൻ ആശ്ചര്യക്കുന്നുണ്ട്, വണ്ടടിക്കുന്നുണ്ട്, എന്താ ഇവരെന്തിനാ ഇങ്ങനെ ഡസ്റ്റ് ആവാൻ ഇതിനെ ഇത്രയും കാലം ഒന്നും ചെയ്യാറുന്നത്, മീൻസ് ഇത്രയും ഡസ്റ്റി ആവാൻ എന്തിനാ അനുവദിച്ചത്. What most pleased him, however, were some big white screens, good to paint cats upon. Though he was tired, he looked at the ones for a writing box and found one, and ground some in and began to paint cats. അപ്പം അവനെ പ്ലീസ് ചെയ്ത്, അല്ലെങ്കിൽ അവനെ ഏറെ സന്തോഷിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ വൈറ്റ് സ്ക്രീൻ ഉണ്ടായിരുന്നു. അതിലെല്ലാം അവനെന്താ ക്യാറ്റിനെ വരയ്ക്കാനും പറ്റുമായിരുന്നു. അപ്പം അവൻ ടയേർഡായിരുന്നു, പക്ഷേ അവൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു പെയിൻറ്റ് ബോക്സും അതുപോലെ തന്നെ ഇങ്കൊക്കെ കണ്ടെത്തി അവൻ വരയ്ക്കാൻ ആരംഭിക്കും. He painted a great many cats upon the screens, and then he began to feel very happy, very sleepy. He was just on the point of lying down to sleep beside one of the screens when he suddenly remembered the words, avoid large places, keep it small. അവൻ ചിത്രം വരച്ചിട്ട് അവൻ ചിത്രം വരച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ വളരെ സ്ലീപ്പിയായി, വളരെ ഉറക്കം അനുഭവപ്പെട്ട് അവൻ ഒരു വലിയ സ്ക്രീനിൻ്റെ വരച്ച ക്യാറ്റില്ലേ അതിൻ്റെ ഫ്രണ്ടിലെ വൈറ്റ് സ്ക്രീനിൻ്റെ അവിടെ കിടന്ന് ഉറങ്ങാനായിട്ട് അവൻ പോവുകയാണ്. അപ്പോൾ തന്നെ നേരത്തെ ആ ഓൾഡ് പ്രീസ്റ്റ് പറഞ്ഞ വാക്കുകൾ അവൻ ഓർമ്മിച്ചു. അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. അതായത് വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങളിലേക്ക് പോവുക. ദ ടെമ്പിൾ വാസ് വെരി ലാർജ്. ഹി വാസ് ഓൾ അലോൺ, ആൻഡ് ആസ് ഹി തോട്ട് of these words, he could not quite understand them. He began to feel for the first time a little afraid, and he resolved
to look for small places in which to sleep. അപ്പം ടെമ്പിൾ വലിയ വളരെ വളരെ ലാർജായിരുന്നു. ആദ്യമൊന്നും അവന് ആ നേരത്തെ ഓൾഡ് പ്രൈസ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് കുറച്ച് പേടി തോന്നി. അവൻ കുറച്ച് ചെറിയ അല്ലെങ്കിൽ സ്ലീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി. He found a little cabinet with a sliding door and went into it and shut himself up. Then he lay down and felt fast asleep. അവൻ നേരെ ഒരു ചെറിയ ഒരു ക്യാബിനറ്റ്, ഒരു ചെറിയ പെട്ടിയിലേക്ക് പോയി. ഒരു സ്ലൈഡിങ് അല്ലെങ്കിൽ നിരക്കുന്ന ഡോറൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് കയറി ആ ഡോറ് മൂട്ടി അവിടെ കിടന്നുറങ്ങാൻ തുടങ്ങി. Very late in the night he was awakened by a most terrible noise, a noise of fighting and screaming. അപ്പം കുറേ കഴിഞ്ഞതിന് ശേഷം അവൻ പെട്ടെന്ന് എണീക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ടെറിബിൾ സൗണ്ട് വെച്ച്, അല്ലെങ്കിൽ ഒരു വലിയ പേടിപ്പെടുത്തുന്ന ഒരു സൗണ്ട് കാരണം അവൻ എഴുന്നേക്കാൻ തുടങ്ങി. ആ സൗണ്ട് എന്തിൻ്റെ ആയിരുന്നു? ഒരു കരച്ചിലിൻ്റെയും അതുപോലെ തന്നെ ഫൈറ്റിൻ്റെ ആയിരുന്നു. ബഹളത്തിൻ്റെ അടിയുടെയും വഴക്കിൻ്റെയൊക്കെ സൗണ്ട് കേട്ട് അവൻ എണീക്കാൻ തുടങ്ങി. It was so dreadful that he was afraid even to look through the chink of the little cabinet. He lay very still, holding his breath for fright. അവൻ ആ ക്യാബിനറ്റിൻ്റെ ആ ചെറിയ ഹോളിൽ കൂടെ നോക്കാൻ വേണ്ടി അവന് പേടിയായിരുന്നു. അവിടെ സ്റ്റില്ലായിട്ട് മരിച്ചതുപോലെ തന്നെ അവൻ അവിടെ കിടന്നു. ശ്വാസം വിടാൻ പോലും പേടിച്ച് അവൻ അവിടെ കിടന്നു. The light that had been in the temple went out, but the awful sounds continued and became more awful, and all the temple shook. After a long time silence came, but the boy was still afraid to move. He did not move until the light of the morning sun shone into the cabinet through the chinks of the little door. അവൻ കുറേ നേരം ലൈറ്റൊക്കെ അണഞ്ഞിട്ടും അവിടെ ബഹളം നടക്കുന്നുണ്ടായിരുന്നു, ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് അത് സൈലൻ്റായി. എന്നിട്ടും അവൻ എഴുന്നേറ്റില്ല. അവസാനം എപ്പോഴാണ് എണീക്കുന്നത്? ആ ക്യാബിനറ്റിന് ചെറിയൊരു ഹോളിൽ കൂടെ സൂര്യപ്രകാശം, അതായത് നേരം വെളുത്തതിന് ശേഷം മാത്രമേ അവൻ എണീക്കാൻ തയ്യാറായുള്ളൂ. Then he got out of his hiding place very cautiously and looked about. The first thing he saw was that all the floor of the temple was covered with blood. അവൻ എഴുന്നേറ്റ് അത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ ആദ്യം കണ്ടത് എന്താ? ആ ടെമ്പിളിൻ്റെ ഫ്ലോർ മൊത്തം രക്തമാണ്. And then he saw lying dead in the middle of it an enormous monstrous rat, a goblin rat bigger than a cow. അപ്പോൾ അതിനുശേഷം അവിടെ നടുക്ക് ഒരു ക്യാറ്റ്, ഒരു വലിയൊരു ജീവി, ഒരു എനോമസ് മോൺസ്ട്രസ് ആയ ഒരു റാറ്റ്, ഒരു എലി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഒരു ഗോബ്ലിൻ റാറ്റ്, അതായത് ഒരു ഭീമാകാരനായ ഒരു എലി. ബിഗ്ഗർ ദാൻ ഒരു കൗ അല്ലെങ്കിൽ ഒരു പശുവിനേക്കാൾ വലുതാണ് ആ എലി. അപ്പോൾ ബട്ട് who or what could have killed it? There was no man or other creature to be seen. Suddenly the boy observed that the mouths of the cat he had drawn the night before were red and wet with blood. പെട്ടെന്ന് തന്നെ ഒബ്സർവ് ചെയ്താൽ എന്താ? അവൻ മരിച്ച ക്യാറ്റ്സിൻ്റെ മൗത്തിൽ എന്തുണ്ടായിരുന്നു? ബ്ലഡ് ഉണ്ടായിരുന്നു. അത് വെറ്റായിരുന്നു. എന്ന് വെച്ചാൽ ആ ക്യാറ്റ്സ് ആയിരുന്നു കൊന്നത്. മീൻസ് അതൊരു ഫിക്ഷനാണെന്ന്, അതായത് കുറച്ചൊരു മാജിക്കൽ എലമെൻസ് ഒക്കെ ഉണ്ട്. ആ ക്യാറ്റ് വന്നാണ് ആ റാറ്റിനെ കൊന്നത്, ആ പെയിൻറ്റിങ്ങിലുള്ള ക്യാറ്റ്. Then he know that the goblin had been killed by the cats which he had drawn, and then also for the first time he understood why the wise old priest had said to him, avoid large places, keep to small. എന്നിട്ട് അപ്പോഴാണ് ആ ഓൾഡ് പ്രീസ്റ്റ് എന്തിനാണ് പറഞ്ഞത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അതായത് രാത്രി കാലങ്ങളിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങളിലേക്ക് പോകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോഴാണ് നമ്മുടെ ബോയ്ക്ക് മനസ്സിലായത്. Afterward, that boy became a very famous artist. Some of the cats which he had drawn are still shown to the travelers in Japan. അതിനുശേഷം അവൻ വളരെ വലിയൊരു ആർട്ടിസ്റ്റായി. അവൻ വരച്ച ചില ക്യാറ്റുകളെ ഇപ്പോഴും ജപ്പാനിലേക്ക് വരുന്ന ട്രാവലേഴ്സിനെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ഈ ഫോക്ക് ടെയിൽ, ഈ നാടോടി കഥ നമ്മളിവിടെ നടത്തുന്നത്.